ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അതൊന്ന് കൂടൽമാണിക്യം ദേവസ്വത്തിലെ കഴകം, അതുപോലെ കൂടൽമാണിക്യം ദേവസ്വത്തിലെ പ്യൂണ്. അതായത് കൂടൽമാണിക്യം ദേവസ്വം കഴകം, കൂടൽമാണിക്യം ദേവസ്വത്തിലെ പ്യൂണ്, ഈ രണ്ട് റാങ്ക് ലിസ്റ്റുകൾ വന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റും നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിലവിൽ വന്നതാണ് രണ്ടാമത്തെ, അതായത് 2/7 പ്രകാരമാണ് റാങ്ക് ലിസ്റ്റുള്ള കാലാവധിയെങ്കിലും ഇന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കൂടൽമാണിക്യം ദേവസ്വം കഴകം പ്യൂണ്, അതുപോലെ ഗുരുവായൂർ ദേവസ്വം പാർട്ട് ടൈം സ്വീപ്പർ എന്ന റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നിട്ടുണ്ട്. നമുക്ക് വിശദമായി നോക്കാം. ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ ശ്രീ കൂടൽമാണിക്യം ദേവസ്വത്തിലേക്കുള്ള കഴകം റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ നമ്പർ 05/2024, അതായത് 05/2024 എന്നാണ്. കാറ്റഗറി നമ്പർ 17/2023 ആയിരുന്നു. 17/2023. ഇതിന്റെ ഡേറ്റ് 2/7/2024 നോക്കുക. ഇതിന്റെ സാലറി ഇതിൽ പറയുന്നത് 11,800 മുതൽ 16,180 വരെയാണ്. അതുപോലെ കാറ്റഗറി നമ്പർ പറഞ്ഞു. ഇതിന്റെ പരീക്ഷ നടന്നത് എപ്പോഴാണ്? 17/12/2023. 17/12/2023. 2023 ഡിസംബർ 17 പരീക്ഷ നടന്നത്. തുടർന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം 2/7/2024 മുതൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നു. 2/7/2024 മുതൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ മെയിൻ ലിസ്റ്റിൽ 1ാം റാങ്ക് കിട്ടിയ വ്യക്തി എന്നത് വിനോദ് PS ആണ്. വിനോദ് PS-നാണ് 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. 55.42 മാർക്കോടെയാണ് വിനോദ് PS 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ വിനോദിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വിനോദിന് മാത്രമല്ല, ഈ റാങ്ക് ലിസ്റ്റ് മുഴുവൻ ഉൾപ്പെട്ട ആളുകൾക്കും നമ്മൾ ആശംസ അറിയിക്കുകയാണ്. ഇപ്പൊ വിനോദ് PS 1ാം റാങ്ക്, ശ്രീനിവാസ് KS ആണ് 2ാം റാങ്ക്, പിന്നെ കൈലാസ് നാഥ് MM 3ാം റാങ്ക്, അരുൺ S 4ാം റാങ്ക്, അരവിന്ദ് MS 5ാം റാങ്ക് എന്നിങ്ങനെയാണ് പോകുന്നത്. ഇതിൽ 55.42, 54.36, 52.39, അതുപോലെ ആ റേഞ്ചിൽ ആദ്യത്തെ 3 റാങ്കുകൾക്ക് മാത്രമേ 50-ന് മുകളിൽ മാർക്ക് കരസ്ഥമാക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. 50-ന് മുകളിൽ മാർക്ക് നേടിയത് 3 പേരാണ്. ബാക്കിയുള്ളവരൊക്കെ 40-ൽ താഴോട്ടാണ് എന്ന് 46 റേഞ്ചിലാണ്, 50-ൽ താഴെയാണ് എന്ന് മനസ്സിലാക്കുക. ആകെ മെയിൻ ലിസ്റ്റിൽ 21 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ആകെ മെയിൻ ലിസ്റ്റിൽ 21 പേർ, EWS-ൽ 2 പേർ, ഈഴവയിൽ 3 പേർ, SC 3 പേർ, ST ആരുമില്ല, OBC 2 പേർ, വിശ്വകർമ്മ 2 പേർ, ധീവര 1 എന്നിങ്ങനെയാണ് ആകെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ മെയിൻ ലിസ്റ്റിൽ 21 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. സപ്ലിമെന്ററി ഇത്രയും ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ കഴിവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അവിടെ രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ കൂടൽമാണിക്യം ദേവസ്വത്തിലേക്ക് തന്നെ പ്യൂൺ പോസ്റ്റ് ആണ്. അതായത് 16,500 മുതൽ 35,700 വരെ സാലറിയുള്ള പ്യൂണിന്റെ പോസ്റ്റിന്റെ കാര്യമാണ്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നമ്പർ 04/2024 04/2024, 16/2023 കാറ്റഗറി നമ്പർ 16/2023. അപ്പം നോക്കാം, നമ്മൾ കാറ്റഗറി നമ്പർ ശമ്പളവും പറഞ്ഞു. പരീക്ഷ നടന്നത് 17/12/2023 ഡിസംബർ 17 തന്നെയാണ് പരീക്ഷ നടന്നത്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ശേഷം 2/7/2024 മുതൽ ഇതിന് റാങ്ക് ലിസ്റ്റിന് നിലവിൽ വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് നേടിയത് നിതിൻ S എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഗ്രേസ് മാർക്ക് അടക്കം 81.24 കിട്ടിയിരിക്കുന്നത്. 81.24. എന്നാൽ 2ാം റാങ്ക് കിട്ടിയിരിക്കുന്നത് സിജിൽ KT ആണ്. അദ്ദേഹത്തിന് 77.68 മാർക്കാണ്. എഴുത്തു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് ഈ സിജിൽ KT ആണ്. 77.68 ആണ്. ഓക്കെ, 77.68. 3ാം റാങ്ക് കിട്ടിയിരിക്കുന്നത് സ്വരൂപ് TP 76.36. പിന്നെ അരുൺ UR 76.35, പിന്നെ സിമി S കുമാർ 75.36, വിഷ്ണു ശർമ്മ S 75.35 എന്നിങ്ങനെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ പോകുന്നത്. ഇതിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പലരും. ഓക്കെ, അപ്പൊ ഈ ഒരു മാർക്ക് വാങ്ങിച്ച ആളുകളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ലിസ്റ്റിൽ 29 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് പ്യൂണിന്റെ ലിസ്റ്റിൽ 29 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. പ്യൂണിന്റെ ലിസ്റ്റിൽ 29 പേര്. അതിൽ EWS സപ്ലൈയിലേക്ക് പോകുമ്പോൾ EWS-ൽ 5 പേർ, ഈഴവയിൽ 3 പേർ, SSC 5 പേർ, OBC 4 പേർ, വിശ്വകർമ്മ 2 പേർ, ധീവര 3, HN 2 എന്നിങ്ങനെയാണ്. ഓർക്കുക, മെയിൻ ലിസ്റ്റിൽ 29 പേർ, EWS-ൽ 5, ഈഴവ 3, SC 5, ഹിന്ദു SC ആണ്, OBC 4, വിശ്വകർമ്മ 2, ധീവര 3, ഹിന്ദു നാട 2 എന്നിങ്ങനെയാണ്
പ്യൂണിന്റെ കൂടൽമാണിക്യം ദേവസ്വം ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർക്കെല്ലാം ആശംസകൾ നേരുകയാണ്. അപ്പൊ നിങ്ങൾ ആരൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ആ റാങ്ക് ഇന്ന റാങ്ക് എന്ന് നിങ്ങൾ പറയുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയെ കുറിച്ചാണ്. ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് പാർട്ട് ടൈം സ്വീപ്പർ, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നമ്പർ 03/2024 03/2024. കാറ്റഗറി നമ്പർ 23/2022. കാറ്റഗറി 23/2022 ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 13,000 മുതൽ 21,080 വരെയാണ്. 13,000 to 21,080 വരെ ഗുരുവായൂർ ദേവസ്ഥത്തിലേക്കാണ്. കാറ്റഗറി നമ്മൾ പറഞ്ഞു 23/2022. ഇതും 17/12/2022 പരീക്ഷ നടന്നു. OMR പരീക്ഷ 17/12/2023 നടന്നു. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ശേഷം 2/7/2024 അതായത് ജൂലൈ 2, 2024 മുതൽ എന്താണ് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഒന്നാം റാങ്ക് കിട്ടിയത് സ്വരൂപ് ടിപിക്കാണ്. സ്വരൂപ് ടിപിക്ക് നമ്മൾ പറഞ്ഞു 76.36 മാർക്ക് സ്വരൂപ് ടിപി ഉണ്ട്. കഴിഞ്ഞ അതായത് പ്യൂണിന്റെ പരീക്ഷയിൽ 2ാം റാങ്കാണ് സ്വരൂപ് ടിപിക്ക്. എന്നാൽ ഇവിടെ എത്തുമ്പോൾ സ്വരൂപ് ടിപിക്ക് 1ാം റാങ്ക് എത്തിയിരിക്കുന്നു. 76.36 സ്വരൂപ് ടിപി. പിന്നെ വിഷ്ണു മനോഹർ 68.70. ദീപു OR 65.71. ശ്രീരാജ് OR 65.03. അതുപോലെ മനോജ് കുമാർ TM 63.73 എന്നിങ്ങനെയാണ് ആദ്യത്തെ 5 റാങ്കുകാരുടെ മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ അതിങ്ങോട്ട് താഴോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ മെയിൻ ലിസ്റ്റിൽ ആകെ 46 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു നമ്മുടെ പാർട്ട് ടൈം സ്വീപ്പർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 46 പേരാണ്. EWS സപ്ലൈയിലേക്ക് പോവുകയാണെങ്കിൽ EWSൽ 5 പേര്, അതുപോലെ ഈഴവയിൽ 5 പേര്, SC 10 പേര്, ST 2 പേര്, OBC 5 പേര്, വിശ്വകർമ്മ 3 പേര്, ധീവര 3 പേര്, HN 3 പേര് എന്നിങ്ങനെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതായത് മെയിൻ ലിസ്റ്റിൽ 46 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. അതുപോലെ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങളുടെ റാങ്ക് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരുന്നെങ്കിൽ അത് എന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഉപകാരപ്പെട്ടെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നല്ല രീതിയാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, മറ്റുള്ളവർക്കും നമ്മൾ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ കൊടുത്തു വരികയാണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു 3 റാങ്ക് ലിസ്റ്റ് ആണ് ഇന്ന് നിലവിൽ വന്നിരിക്കുന്നത്. ഈ 3 റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഗുരുവായൂർ ദേവസ്വം LD ക്ലർക്ക്, അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം പ്യൂണ്, അതുപോലെ തിരുവിതാംകൂർ ദേവസ്വത്തിലേക്ക് സ്ട്രോങ് റൂം ഗാർഡ് എന്നീ വിജ്ഞാപനങ്ങൾ ഉടൻ വരാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഈ മാസം തന്നെ നമ്മൾ വിജ്ഞാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പെയ്ഡ് ക്ലാസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഏറ്റവും ബേസ് ലെവൽ മുതൽ ക്ലാസ്സുകൾ നൽകി വരികയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 7306662334 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 399 രൂപയാണ്. 399 രൂപയാണ് എക്സാം വരെ നമ്മൾ വാങ്ങിക്കുന്നത്. എക്സാം വരെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മാത്രം കാണാവുന്ന രീതിയിൽ അതിന്റെ വീഡിയോ ക്ലാസ്സുകളും ഓഡിയോ ക്ലാസ്സുകളും റെക്കോർഡഡ് ആയിരിക്കും. അതായത് റെക്കോർഡഡ് ഓഡിയോ വീഡിയോ ക്ലാസ്സുകളാണ്. ഓഡിയോ അതുപോലെ വീഡിയോ ക്ലാസ്സുകളായിരിക്കും. എല്ലാത്തിന്റെയും PDF നോട്ടുകൾ നിങ്ങൾക്ക് നമ്മുടെ തന്നെ പ്രത്യേക നോട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കും. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും അതുപോലെ മാത്സിന്റെ ഒക്കെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, എല്ലാം സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഗുരുവായൂർ ദേവസ്വം LD ക്ലർക്കോ തിരുവിതാംകൂർ ദേവസ്വം പ്യൂണിലേക്കോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വത്തിലേക്കുള്ള സ്ട്രോങ് റൂം ഗാർഡിലേക്കോ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സ് ധൈര്യമായിട്ട് എടുക്കാം. നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്